കരിയിലക്കുളങ്ങരയിൽ നിന്ന് വിലാപയാത്ര നങ്ങ്യാർകുളങ്ങര ജംഗ്ഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാതയോരങ്ങളിൽ ഒരുപാട് ആളുകൾ മണിക്കൂറുകളായി ഈ വിലാപയാത്ര കാണാനും VS അന്ത്യാഭിവാദ്യം അർപ്പിക്കാനും കാത്തു നിൽക്കുന്നുണ്ട്. മഴയൊന്നും അവർക്ക് പ്രശ്നമല്ല. കാര്യം ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴയൊക്കെ അതിജീവിച്ച് തന്നെയാണ് ഈ വിലാപയാത്ര നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ വളരെ വേഗം കുറഞ്ഞു തന്നെയാണ്. എല്ലാ കണക്കുകൂട്ടലുകളും പിഴച്ചു, എല്ലാ സമയക്രമവും മാറി മറിഞ്ഞു. ടോബി ജോൺസൺ ഈ വിലാപയാത്ര അനുഗമിക്കുന്നുണ്ട്. ടോബി ജോൺസൺ നമുക്കൊപ്പം ചേരുകയാണ്. ടോബി, ഈ നങ്ങ്യാർകുളങ്ങര ജംഗ്ഷനിലെത്താൻ ഇനി ഏറെ നേരം എടുക്കുമോ? SKN അല്പം വേഗത കൂട്ടിയിട്ടുണ്ട്. കാരണം ഇതിനോടകം തന്നെ സമയമെല്ലാം തെറ്റിയിരിക്കുന്നു, സമയക്രമമെല്ലാം തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരല്പം വേഗത കൂട്ടിയിട്ടുണ്ട്. എത്രയും വേഗം നങ്ങ്യാർകുളങ്ങരയിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ആളുകളാണ്. അവരെ വകഞ്ഞു മാറ്റി VSന്റെ ആ വാഹനം മുന്നോട്ട് കൊണ്ടുപോകുക അത് വളരെ ദുഷ്കരമാണ്. കാരണം അത്രത്തോളം ആവേശത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ പ്രിയപ്പെട്ട ജനകീയ നേതാവിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയ ജനസാഗരം. ഇത് ആലപ്പുഴ ജില്ലയാണ്, അദ്ദേഹത്തിന്റെ VSന്റെ ജില്ലയാണ്. ആ VSനെ കാണുന്നതിന് വേണ്ടി അവരുടെ കേരളത്തിന് എന്തായിരുന്നു എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകൾ യഥാർത്ഥത്തിൽ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു രാഷ്ട്രീയ നേതാവ് പൊടുന്നനെ സംഭവിക്കുന്നതല്ല. നിരന്തരം പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിക്കൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിപ്പറ്റുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് VS എന്ന് പറയുന്നത്. കേരളം കണ്ടിട്ടുള്ള വലിയ സമരങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ജനങ്ങളെ ബാധിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ വലിപ്പച്ചെറുപ്പമില്ലാതെ അദ്ദേഹം ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു കാലത്ത് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട് അവരെ സംഘടിപ്പിച്ച് ഒരു പ്രസ്ഥാനം പടുത്തുയർത്തുന്നതിൽ VS വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് കേരളം ഇങ്ങനെയായിരിക്കുന്നതിൽ, സാമൂഹിക പുരോഗതി കൈവരിക്കുന്നതിൽ, അല്ലെങ്കിൽ സാഹോദര്യം നിലനിർത്തുന്നതിൽ, മതസൗഹാർദ്ദം നിലനിർത്തുന്നതിലൊക്കെ VSും ഈ പ്രസ്ഥാനവും വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് ഒരു പക്ഷേ ചരിത്രത്തിൽ അദ്ദേഹത്തെ അടയാളപ്പെടുത്താൻ പോകുന്നത് എന്നാണ് ഞാൻ അദ്ദേഹത്തെ വലിയ സഖാവ് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സഖാവ് എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന്, അതിന്റെ മൂല്യം എന്താണ് എന്ന്, വില എന്താണ് എന്ന് കേരളീയ ജനതയെ പഠിപ്പിച്ച വലിയ സഖാവാണ് VS. പ്രതിപക്ഷ നേതാവായിരിക്കെ ജനകീയ മുഖമായി തന്നെയാണ് VS പല വിഷയങ്ങൾ ഇടപെട്ടത്. പരിസ്ഥിതി വിഷയമായാലും ശരി, സ്ത്രീ സുരക്ഷാ വിഷയമായാലും ശരി. അപ്പോൾ അങ്ങേക്ക് VSനെ കുറിച്ചുള്ള ഏറ്റവും ഒരു ഓർമ്മ എന്തായിരുന്നു? കാരണം പല സന്ദർഭം VSമായി ഇടപെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. വ്യക്തിപരമായുള്ള ഓർമ്മ എന്ന് പറയുന്നത്, എനിക്ക് നോർക്ക റൂട്ട്സിന്റെ പുരസ്കാരം ലഭിക്കുമ്പോൾ അത് സമ്മാനിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതാണ്. വളരെ സരസമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ആ പുരസ്കാരം സമ്മാനിച്ചത് വലിയ ഒരു ഓർമ്മയെ എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുകയാണ്. വാക്കിൽ വലിയ സഖാവ് മാത്രം, വലിയ സഖാവ് വിപ്ലവ സൂര്യൻ. സർഗധനായ എഴുത്തുകാരൻ ബെന്യാമിൻ സംസാരിക്കുകയായിരുന്നു. ആടുജീവിതം ഒക്കെ എഴുതിയ ബെന്യാമിൻ്റെ വാക്കുകളിലാണ് VSനെ കുറിച്ച് നമ്മൾ കൂടുതൽ അറിഞ്ഞത്.